കൂട്ടുകാരെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അരച്ചോ പൊടിച്ചോ ഒന്നും സമയം കളയണ്ട. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അതിനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് എള്ളാണ്. കറുത്ത എള്ള് ഒരു 200 ഗ്രാം എള്ളാണ് കേട്ടോ. ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നമുക്കത് കഴുകിയെടുക്കണം. അതിൽ നിറയെ പൊടിയൊക്കെ ഉണ്ടാവും. കെമിക്കലൊക്കെ അടിച്ചിട്ടായിരിക്കുമല്ലോ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക കടകളിൽ. നന്നായിട്ട് 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. കഴുകുമ്പോൾ കണ്ടില്ലേ അതിൻ്റെ കളറ് മാറ്റം വരുന്നത്. ഇനി നമുക്ക് അതിലെ വെള്ളമെല്ലാം ഊറ്റിക്കളയാനായിട്ട് ഒരു സ്ട്രെയിനറിലോ ഏതെങ്കിലും ഒരു അരിപ്പയിലോ എടുത്തു വെക്കണം കേട്ടോ. വെള്ളം കംപ്ലീറ്റ് കളയണം. നമുക്കിത് വറുത്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാനാണ് വെച്ചാൽ ഒരു കോട്ടൺ തുണിയിലിട്ടിട്ടോ അല്ലെങ്കിൽ ടിഷ്യൂലിട്ടിട്ടോ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് തുടച്ച് ഉണക്കിയെടുത്താൽ നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കാം. ഇനി നമുക്കത് വറുക്കാനായിട്ട് ഒരു കുഴിയുള്ള പാത്രം വെക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എള്ള് നമ്മൾ അതിലേക്ക് ഇടുമ്പോൾ പൊട്ടി തെറിച്ച് പോവില്ലേ, എല്ലാവർക്കും അറിയാം. ചെറിയ പാനിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പൊട്ടി തെറിച്ച് പുറത്തേക്കൊക്കെ പോവും. അതുകൊണ്ടാണ് കുഴിയുള്ള ഒരു പാത്രം എടുക്കണം പറഞ്ഞത്. ഇനി അതിലേക്ക് ഇട്ടിട്ട് എള്ളിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ പൊട്ടിത്തെറിക്കുകയാണെങ്കിലും ഉള്ളിൽ തന്നെ കിടന്നോളൂ, അതുകൊണ്ടാണ്. വറുത്ത് മാറ്റിയെടുത്ത് വെക്കാം. ഇനി ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ. എൻ്റെ അടുത്ത് ജാഗറി പൗഡർ ഉണ്ടായിരുന്നു, അതാണ് ഇട്ടിട്ടുള്ളത്. വെല്ലോ കരിപ്പട്ടിയോ എന്തായാലും വേണ്ടില്ല, അത് ഇട്ടിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. കൂടുതൽ സമയം ഉരുക്കി വറ്റിക്കൊന്നും വേണ്ട കേട്ടോ, കുറച്ച് വെള്ളത്തോടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അവലൊന്ന് വറുത്തെടുക്കണം. കുത്തവലാണ് കേട്ടോ. പാക്കറ്റിൽ വറുത്ത അവൽ എന്നൊക്കെ കാണുന്നുണ്ട്, എന്നാലും അതൊരു തണുത്ത പോലെ ഉണ്ടാവും. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിനായിട്ട് 1 കപ്പ് അവൽ പാനിലിട്ടിട്ട് ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ കൈ കൊണ്ടൊക്കെ പിടിക്കുമ്പോൾ പൊട്ടിപ്പോവില്ലേ, അതേപോലെ ഒന്ന് ക്രിസ്പി ആയിട്ട് വേണം കേട്ടോ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കനം കുറഞ്ഞ വെള്ള അവിലോ ഏതവിലും വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുത്തവിലാണ്. കുറച്ച് സമയം എടുത്തിട്ടാണ് അതൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത്. കൈകൊണ്ട് പിടിക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ പൊട്ടിപ്പോകുന്ന രീതിയിലായപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. 1 കപ്പ് അവലാണ് വറുത്തത്, അപ്പോൾ ഒത്തിരി കുറഞ്ഞു. വറുക്കുമ്പോൾ അങ്ങനെ കുറയുമല്ലോ. പിന്നെ എള്ള് വറുത്ത് വെച്ചതുമാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നിലക്കടലയാണ്, വറുക്കാത്ത നിലക്കടലയാണ്, തോലില്ലാത്തത് തന്നെ എടുക്കണം കേട്ടോ. കുറച്ച് കാഷ്യൂനട്ടും ഞാൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇതൊക്കെ വളരെ പോഷകമൂല്യമുള്ള സാധനങ്ങളല്ലേ, നിലക്കടലയൊക്കെ. അതൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കരിയൊന്നും വേണ്ട കേട്ടോ. നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. കൂട്ടുകാരെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. നിലക്കടലയും കാഷ്യൂനട്ടും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഉണക്ക മുന്തിരിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കയ്യിൽ ഉള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് കരിയാതെ ഒന്ന് മൂപ്പിച്ചെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി 1 കപ്പ് തേങ്ങ ചിരവിയെടുക്കാം. നല്ല തേങ്ങയാണ് കേട്ടോ വേണ്ടത്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് ഈ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം. വറുത്തരയ്ക്കാൻ എടുക്കുന്ന പോലെ മൂപ്പിച്ചൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു വരുന്നത് വരെ മാത്രം വറുത്താൽ മതി. അതിനുശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അവലില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് നെയ്യ് അധികം വേണമെങ്കിൽ അത് ഒഴിക്കാം കേട്ടോ. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതൊക്കെ ചെയ്യാം. ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള എള്ള് ചേർത്ത് കൊടുക്കാം. എള്ളും കൂടി ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിക്കണം. എള്ളിൻ്റെ അളവും ഒക്കെ അവരവരുടെ ഇഷ്ടം പോലെയാണേ. അവലും ഒക്കെ അതേപോലെ. ഞാനൊരു 200 ഗ്രാം എള്ളാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കാണ് ഇത്രയും സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എള്ളിനൊരു ചെറിയൊരു കയ്പുണ്ടാവുമല്ലോ, അതുകൊണ്ട് ഇത്തിരി മധുരം തന്നെ കൂടിക്കോട്ടെ. അതിനനുസരിച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുത്ത് വെക്കണം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര വെള്ളത്തോടെ കൂടി തന്നെ ചൂടിൽ തന്നെ ആയിക്കോട്ടെ ഒഴിച്ചെടുക്കാം. ഒന്ന് അരിച്ചൊഴിക്കണം. വല്ല പൊടിയൊക്കെ ഉണ്ടെങ്കിലോ അതും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി സെറ്റായി വരട്ടെ. മധുരം കൂടുതലുണ്ടെങ്കിലും ഈ എള്ളിലേക്കും അവലിലും തേങ്ങയിലേക്കും ഒക്കെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലേവറിനായിട്ട് 1 സ്പൂൺ ഏലക്ക പൊടിച്ചതാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. ജീരകപ്പൊടിയോ ചുക്കുപൊടിയോ അങ്ങനെ എന്തെങ്കിലും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ.
ഞാനിവിടെ ഏലക്കാപ്പൊടി മാത്രം ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അവയെല്ലാം കുറുക്കി വെച്ചതെല്ലാം കൂടി ഒന്ന് ചേർന്ന് യോജിച്ച് വറ്റി വരുമ്പോൾ നമുക്കിത് വറുത്ത് വെച്ചിട്ടുള്ള നിലക്കടലയും കാഷ്യൂനട്ടും മുന്തിരിങ്ങയും ഒക്കെ കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിലുള്ള നെയ്യും കൂടിയൊക്കെ ഒന്ന് വടിച്ച് വരട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് നേരത്തെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ലാസ്റ്റ് ഇട്ടുന്നേ ഉള്ളൂ. ഒരുമിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നും കൂടി ചെറിയ തീയിൽ ഒന്ന് സെറ്റാക്കി എടുക്കണം. കണ്ടില്ലേ, അടിപൊളിയായിട്ടുള്ള എള്ള് അവിൽ വിളയിച്ചതാണ്. സൂപ്പർ ഹെൽത്തിയാണ്. എല്ലാവരും ഒന്ന് അഭിപ്രായം പറയൂ.